നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. നിലമ്പൂരിൽ രാഷ്ട്രീയ പോര് അടിക്ക് തിരിച്ചടി നൽകി മുറുകുകയാണ്. വെൽഫെയർ പാർട്ടിയുടെ UDF പിന്തുണ വിവാദമാക്കിയ LDFന് PDP പിന്തുണയിൽ ഉത്തരമില്ല. ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് തീപിടിപ്പിച്ച് നിലമ്പൂരിൽ പുതിയ വിവാദമാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ തന്നെ വാശിയും നിറഞ്ഞ പ്രചരണ രംഗത്തെ ചൂടുപിടിപ്പിച്ചിരിക്കുന്നത്. അബ്ദുൽ നാസർ മദനിയുടെ PDP LDFന് പിന്തുണ പ്രഖ്യാപിച്ചത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് UDF തിരിച്ചടിക്ക് ഇറങ്ങിയതോടെ നിലമ്പൂർ മണ്ഡലം തിളച്ചു മറിയുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ UDFന് വർഗീയ കക്ഷികളുടെ പിന്തുണ ആരോപിക്കുന്ന CPM വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ മികച്ച അവസരമായിട്ടാണ് കാണുന്നത്. വർഗീയ ശക്തികളുടെ കേന്ദ്രീകൃത രൂപമായ UDF മാറി എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ആരോപണം. വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണയ്ക്കുന്നതിനെ നഖശിഖാന്തം എതിർക്കുന്ന MV ഗോവിന്ദൻ LDFനുള്ള PDP പിന്തുണയെ ശക്തമായി ന്യായീകരിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയുമായി ചർച്ച നടത്തുകയും അവരുടെ പിന്തുണ സ്വീകരിക്കുകയും ചെയ്ത പാർട്ടിയാണ് CPM എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ തിരിച്ചടി. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ച UDFും PDP പിന്തുണ സ്വീകരിച്ച ഇടതുപക്ഷവും ഉപതെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ പുതിയ ഒരു നമ്പർ ഇറക്കുകയാണ്. അതെ, വർഗീയത എന്ന നമ്പർ, അതായത് വർഗീയ കാർഡ് ഇറക്കി കളിക്കുകയാണ്. സ്വന്തം കാര്യം വന്നപ്പോൾ മതഭീകരവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ആര്യാടൻ ഷൗക്കത്ത് സ്വീകരിച്ചു. അതായത് ചുരുക്കി പറഞ്ഞാൽ പിതാവിന്റെ അതേ സമീപനം തന്നെയാണ് പിന്തുടരുന്നതെന്ന് അവകാശപ്പെടുന്നയാൾക്ക് എങ്ങനെയാണ് ഇതിന് കഴിയുന്നതെന്നാണ് ഉയരുന്ന ചോദ്യം. നൂറുകണക്കിന് ആളുകളെ കൊല ചെയ്ത മദനിയുടെ പാർട്ടിയുടെ പിന്തുണയാണ് CPM സ്വീകരിക്കുന്നത്. ഇതെല്ലാം കേരളത്തിലെ മതനിരപേക്ഷതയ്ക്ക് വലിയ പോറലേൽപ്പിക്കുമെന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. പിന്നെ എന്തു കുരുത്തക്കേട് ചെയ്താലും അതിൽ CPM ന്യായീകരണം കണ്ടെത്തിയിരിക്കും. ഇപ്പോൾ PDP പിന്തുണ സ്വീകരിക്കുന്നതിനെ ന്യായീകരിച്ച് LDF കൺവീനർ TP രാമകൃഷ്ണനും രംഗത്തെത്തിയിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ SDPIയുടെയും പോലുള്ള നിലപാട് അല്ല PDPയുടേത് എന്നാണ്. പീഡിപ്പിക്കപ്പെട്ട വിഭാഗമാണ് PDP എന്ന വസ്തുതയാണെന്നും തിരഞ്ഞെടുപ്പിൽ ആരുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ പറ്റില്ല, ആരൊക്കെ എങ്ങനെയൊക്കെ വോട്ട് ചെയ്യുമെന്ന് പറയാനും സാധിക്കില്ല എന്നാണ് വിഷയത്തിലെ ന്യായീകരണം. തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ വഴിതിരിച്ചു വിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ CPM എതിർക്കുന്നതെന്നാണ് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ തിരിച്ചടി. വെൽഫെയർ പാർട്ടി വർഗീയ ശക്തിയാണെങ്കിൽ PDP വർഗീയ ശക്തിയല്ലേ? PDPയുടെ പിന്തുണ LDF സ്വീകരിക്കുന്നില്ലേ? പുറത്തുനിന്ന് ആര് പിന്തുണച്ചാലും LDF അത് സ്വീകരിക്കും, വേണ്ടെന്ന് പറയേയില്ല. വെൽഫെയർ പാർട്ടിയുമായി മുന്നണി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ UDF പിന്തുണയെ എതിർത്തും അനുകൂലിച്ചും നേതാക്കൾ ഏറ്റുമുട്ടുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും ഇതിൽ തന്നെ പ്രകടമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചത്. ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്ന വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഏത് മുന്നണിക്കാണ് എന്നത് നിലമ്പൂരിലെ രാഷ്ട്രീയ ആകാംക്ഷയായിരുന്നു. മുസ്ലിം സമുദായത്തെ യാഥാസ്ഥിക പ്രവണതകൾക്കെതിരെ കർശന നിലപാടെടുത്തിരുന്ന ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കാൻ ജമാഅത്ത് ഇസ്ലാമി തയ്യാറാകില്ല എന്ന പൊതുധാരണയും ആകാംക്ഷ കൂട്ടിയിരുന്നു. രാഷ്ട്രീയ ഇസ്ലാമിന്റെ വക്താക്കളായി കരുതിയതിനാൽ ഇടതുമുന്നണിയെ പിന്തുണയ്ക്കാനും ജമാഅത്ത് ഇസ്ലാമിക്ക് കഴിയുമായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വന്തം സ്ഥാനാർത്ഥി PV അൻവറിലേക്ക് പോകുമെന്നാണ് ഇടത് വലത് മുന്നണികൾ കരുതിയിരുന്നത്. എന്നാൽ ഇടത് ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി UDFന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഇതോടെയാണ് വർഗീയ കാർട്ടൽ ആരോപണമായി CPM രംഗത്ത് എത്തിയത്.